ഇരുന്നോ ഇത് കണ്ടില്ല നമ്മളെ ഗപ്പികളുണ്ട്, മോളി, ഗോൾഡ് ഫിഷ്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഭക്ഷണം വാങ്ങി കഴിക്കണ ഒരു ഇതിലിങ്ങനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത് നമ്മൾ പിന്നെ ഏത് മീനിനും ഇങ്ങനെ ചെയ്താൽ കേട്ടോ. ഇപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ വരുന്നുണ്ട്. ഗോൾഡ് ഫിഷിന് അത്ര ഒരു പിന്നെ ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ പിന്നെ വാങ്ങി തിന്നാനുള്ള ഒരു ഇതായിട്ടില്ല കേട്ടോ. അത് ഇവർ പിന്നെ മോളി, പിന്നെ അതേമാതിരി ഗോൾഡ് ഫിഷ്, കോഴിക്കാർപ്പ് നമ്മൾ പിന്നെ പെട്ടെന്ന് ഇണങ്ങോട്ടെ. നമ്മൾ ഇത് പിന്നെ കോഴിക്കാർപ്പ് അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് പിന്നെ തിന്നാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ പുതിയ കൊടുന്നിട്ടതുകൊണ്ട്. ഇപ്പോൾ ഗോൾഡ് ഫിഷ് കണ്ടില്ല, ഇടയ്ക്ക് കോഴിക്കാർപ്പ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒരു വലിയ കോഴിക്കാർപ്പ് ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യം കണ്ട് മറ്റ് മീനുകളൊക്കെ തിന്നണത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കും പേടിയുണ്ടാവില്ല. കോഴിക്കാർപ്പിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പരിശീലിപ്പിച്ചെടുക്കാൻ വലിയതാണ്. ഒരു ആഴ്ച കൊണ്ട് നമുക്കിത് നമ്മളെ കയ്യിൽ നിന്ന് തീറ്റ എടുക്കാൻ തുടങ്ങും കേട്ടോ. നമ്മളെന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഫുള്ള് എന്നും വന്ന് വാങ്ങി കഴിക്കൂട്ടോ. അത് നല്ലൊരു ഇതാണ്. നമ്മൾ കൈമേലൊക്കെ ഇങ്ങനെ കൊത്തുന്നുണ്ട് കേട്ടോ. നമുക്കൊരു പിന്നെ കയ്യുമ്മൽ വിരലുമ്മലൊക്കെ ഇങ്ങനെ വന്ന് കൊത്തുന്നൊക്കെ ഉണ്ട്. ആ വെള്ള മീൻ പിന്നെ മോളിയാണ് കേട്ടോ. മോളി പിന്നെ അതിൻ്റെ മഞ്ഞ് അതും മോളിയാണ്. പിന്നെ ഗോൾഡ് ഫിഷ് അടിയിലുണ്ട്. ഈ ഐഗ്ലൂ ഫിഷാണ് തീരെ അണങ്ങാത്തത് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. അവർ തീരെ അണങ്ങണില്ല. പിന്നെ അതുമാതിരി കോഴിക്കാർപ്പിനിപ്പോൾ പിന്നെ പേടി ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഒരാഴ്ച കൊണ്ട് അത് പിന്നെ പരിശീലിപ്പിച്ചെടുക്കുക. കണ്ടില്ല, കോഴിക്കാർപ്പ് ഇങ്ങനെ 2 വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം കൊണ്ട് തിന്നാൽ പിന്നെ ഒരു പേടിയില്ലാതെ അങ്ങനെ തിന്നോളൂ കേട്ടോ. പിന്നെ നമ്മളിത് പരിശീലിപ്പിക്കുമ്പോൾ ഒരു ദിവസം പിന്നെ ഒന്നും കൊടുക്കാതെ പിന്നെ കുറച്ച് പിന്നെ തീറ്റ കൊടുക്കാൻ വൈകിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശക്കുമ്പോൾ വന്നിക്കാണ്ട് ഇങ്ങനെ കഴിക്കൂട്ടോ. അങ്ങനെയാണ് നമ്മളിത് പരിശീലിപ്പിച്ചെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ നല്ല തീറ്റ ഇട്ട് കൊടുത്താണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വരില്ല. നമ്മളൊരു ദിവസം കൊടുക്കാതെ പിറ്റേ ദിവസം പിന്നെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒക്കെ കയ്യിൽ നിന്ന് തിന്ന് അങ്ങോട്ട് ശീലമാകും. പിന്നെ എന്നും നമ്മളെ കയ്യിൽ നിന്നൊക്കെ വാങ്ങി തിന്നിട്ടോ. ഇത് പിന്നെ നമ്മളിങ്ങനെ കൈ വെച്ചാൽ വേറൊരു ഫീല്, അല്ലാതെ വേറെ അതിൽ ഗുണങ്ങളൊന്നുമില്ല. നമ്മളായിട്ട് ഇണങ്ങും. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ പിന്നെ കോഴിക്കാർപ്പുകളൊക്കെ അവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അടിയിൽ. വെള്ള കളറുണ്ട്, ഒരു 4 കളറ് പിന്നെ കോഴിക്കാർപ്പാണുള്ളത് കേട്ടോ. നമ്മളെ കയ്യിൽ പിന്നെ ഇത് കണ്ടില്ലേ, ഇനി ഇണങ്ങി കേട്ടോ. അപ്പോൾ ഇനി പിന്നെ എപ്പോൾ വന്നിട്ടും നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളെ കയ്യിൻ്റെ അടുത്തേക്ക് അത് വന്നിട്ടുണ്ട്. ഗോൾഡ് ഫിഷിന് കണ്ടില്ലേ, ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇത് പിന്നെ വാങ്ങി പോകുന്നുണ്ട്. അതായത് മറ്റേ പിന്നെ കോഴിക്കാർപ്പ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ചാടുന്നതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാമെന്നിപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ശരിക്ക് പരിശീലിപ്പിച്ചെടുക്കട്ടോ. ഇത് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഗപ്പികളാണ് ആദ്യം നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നത്. അവർക്ക് പിന്നെ തീരെ പേടിയില്ലാത്തൊരു ഇതാണ്. പിന്നെ മോളി, നമുക്ക് ഏറ്റവും ഭയമില്ലാത്തൊരു പിന്നെ മീൻ പറഞ്ഞാൽ കോഴിക്കാർപ്പാണ് കേട്ടോ. പക്ഷേ അവർ നമ്മൾ പുതിയത് കൊടുന്നിട്ടതായതുകൊണ്ട് അവർക്ക് അത്ര ഒരു ഇണക്കം വന്നിട്ടില്ല. ഇത് നമ്മളായിട്ട് ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് വരുമ്പോൾ തന്നെ നമ്മൾ പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വരും കേട്ടോ. അത് പിന്നെ നമുക്ക് പിന്നെ കഴിയുമ്പോൾ അത് കണ്ടില്ലേ, മോള് കൈ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭക്ഷണം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അവരങ്ങോട്ട് വരികയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവളെ കയ്യിൽ വേണമെങ്കിൽ വെച്ചെടുത്താലും പിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ താത്തി പിടിച്ചെടുക്കും. അവളെ കയ്യിൽ നിന്ന് പിന്നെ പക്ഷെ അവളെ പേടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ട് പരിചയമില്ലാത്തൊരു കൈ ആയതുകൊണ്ട് അത് പിന്നെ ഭക്ഷണം കഴിക്കണില്ല. പിന്നെ ഞാനൊന്ന് വെച്ചോക്കാം. അപ്പോൾ നമുക്കറിയാത് എന്താവും സ്ഥിതി. നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങണുണ്ടോ കണ്ടില്ലേ, എൻ്റെ കൈക്ക് വരുന്നുണ്ട്. അവളെ പരിചയമില്ലാത്തത് കൊണ്ടാണ് അവളെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് കണ്ടില്ലേ, അവളെ കൈ കണ്ടിട്ട് അവർക്ക് ഭയമുണ്ട്. അപ്പോൾ എന്നെ ഇത് പേടില്ല. ഞാനെന്നിപ്പോൾ തീറ്റ കൊടുക്കണോണ്ട് പിന്നെ എൻ്റെ കയ്യിൽ വന്ന് പിന്നെ തിന്നണുണ്ട്. അവളെ കൈക്ക് വരാൻ ഒരു പേടിയാണ്. ഒന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ച് പോയിക്കോളും.
നമുക്ക് നോക്കാം എന്താണിപ്പോൾ അവളെ കയ്യിൽ നിന്ന് വാങ്ങണുണ്ടോ ഇല്ലേന്ന്. അവളെ പേടിയാണ് കേട്ടോ, അവളെ കയ്യിന് പേടിയാണ്. എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ അത് വാങ്ങി തിന്നണുണ്ട്. അവളെ കയ്യിൽ നിന്ന് ഒന്നിന് ഒരു ഇത് എപ്പോഴും വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, ഒരൊറ്റ ഇതിന്. ഇനി ഇതിനെ ശീലമായിക്കോളും. കുറച്ച് താത്തി കൊടുത്താ അവളെ കയ്യിൽ നിന്ന് കഴിക്കണില്ല. ഇനി അത് എൻ്റെ കയ്യിലൊന്ന് തന്ന് നോക്കാം കേട്ടോ. നോക്കട്ടോ നമ്മളെ കയ്യിൽ, എൻ്റെ കൈക്ക് വരുന്നുണ്ടോ നോക്കാം. കണ്ടില്ല, എല്ലാം എൻ്റെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ മാതിരി ഉള്ള ബുദ്ധി അവർക്കും ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. നമ്മളെ ആ കൈ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കോ ഇല്ലേന്ന് എന്നെ അറിയണുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് വന്ന് വാങ്ങിയിട്ടുണ്ട്. അവളെ ഒരൊറ്റ മീനാണ് ഇതുവരെ വന്നത്, കഴിക്കാൻ പേടിയാണ് കേട്ടോ. എൻ്റെ കൈൻ്റെ ഉള്ളനടിയിൽ വന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ പരിചയമുള്ളവർ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ആടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പുതിയ മീനുകളുടെ അപ്ഡേഷനായിട്ട് ഞാൻ നാളെ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.